നമ്മുടെ ക്യാമറകൾ തപ്പിത്തടവി വരുന്നത് കണ്ടോ. ഇതാണ് വാഴത്തോട്ടമേ. ഇതവിടെ ഒരു വാഴക്കൊല വിളഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. വിളഞ്ഞ് കായൊക്കെ പൊട്ടി നോക്കി. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ കോന്നിയൂർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സലാലയിലാണ്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സലാലയിലാണ് ഇപ്പം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സലാലയിൽ വന്നപ്പോൾ നമ്മുടെ കിളിമാനൂരുള്ള ഒരു ചേട്ടനെ കണ്ടു, സുമാരൻ ചേട്ടൻ. അപ്പോൾ സുമാരൻ ചേട്ടൻ ഇവിടെ ഒരു കടയുണ്ട്, ഞാൻ കടയെ കാണിക്കാം. ഇത് സുമാരൻ ചേട്ടൻ്റെ ഫാമാണ്. അപ്പോൾ നമ്മൾ ആ ഫാം ഒന്ന് കാണാൻ വേണ്ടി അങ്ങോട്ട് കയറുക കേട്ടോ. ചേട്ടാ അപ്പോൾ അങ്ങോട്ട് കാണാം. അപ്പോൾ ഇതാണ് കട കേട്ടോ. നമ്മൾ കടയ്ക്കകത്തോട്ട് ഇങ്ങനെ കയറി പോകുന്നത് ഒത്തിരി നമുക്ക് അടിപൊളിയാക്കട്ടെ. വാഴക്കൊലയൊക്കെ ഉണ്ട്. നമുക്ക് പിന്നീട് അത് കവർ ചെയ്ത് കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അപ്പോൾ ഇതാണ് ചെറിയ ഗേറ്റ്. അപ്പോൾ ആ ഗേറ്റിൽ കൂടെ നമ്മൾ അങ്ങോട്ട് കയറുക കേട്ടോ. വാ, നന്നായിട്ട് വഴുക്കലുണ്ട്, സ്ലിപ്പാവുന്നുണ്ട്, സൂക്ഷിച്ചോണം. പട്ടി കുരയ്ക്കുള്ളൂ, കടിക്കത്തില്ല. ആ ഓക്കെ, സുമാരൻ ചേട്ടൻ പറഞ്ഞ പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ, കാവല്. കടിക്കത്തില്ല, കുരയ്ക്കുന്ന പട്ടിയാ. എന്നാൽ നിങ്ങൾ കണ്ടുവരാമേ. ആ അപ്പോൾ നോക്കിയേ, തെങ്ങും തൈ കണ്ടോ. തെങ്ങും തൈ ഇഷ്ടം പോലെ ഉണ്ട്, പാകിയിട്ടുണ്ട്. വാഴ നമ്മുടെ നാട്ടിൽ പോലും ഒത്തിരി അകത്തിയൊന്നും അല്ലെന്ന് തോന്നുന്നു വാഴ നട്ടേക്കുന്നത്. അടുപ്പിച്ച് നട്ടേക്കാണ്. ഇതെന്തുവാ മരം? ഇതിനെ സപ്പോർട്ടാണ്, നല്ല മണമുണ്ട്. എന്തോ ഒരു പിടുത്തം കിട്ടത്തില്ല. അല്ലല്ല, എന്താ വിജു ഇത്? നല്ല പരിചയമുള്ള ഒരു മരം, പക്ഷേ പേര് കിട്ടുന്നില്ല. ഓക്കെ, എനിവേ നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ബദാമല്ല. ഓക്കെ, ആൽമരമുണ്ട്, ദാ കവുങ്ങുണ്ട്, പിന്നെ കരിയാപ്പ്, ദാ ഇഷ്ടം പോലെ കരിയാപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സുമാരൻ ചേട്ടൻ്റെ വീട് അതാണ്, ഇവിടെയാണ് താമസിക്കുന്നത് കേട്ടോ. ഓക്കെ, പുള്ളി ഗൾഫിലാണെങ്കിൽ പോലും നാട്ടിൽ ജീവിക്കുന്ന അതേ സെറ്റപ്പിലാണ് താമസിക്കുന്നത്. ദാ കരിക്ക്, ദാ പുള്ളിയുടെ തെങ്ങുന്നോ മണക്കണ്ട, കരിക്കുണ്ട്. കരിക്കെല്ലാം വെട്ടി കൂട്ടിയിട്ടിട്ടുണ്ട്. കരിക്കുണ്ട്, പിന്നെ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പോയി കാണാം. ഇവിടെ ചേട്ടന് സ്വന്തമായിട്ടൊരു ആൽമരമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നല്ല ചള്ളയാണ് കേട്ടോ. അതുകൊണ്ട് നല്ല തെറ്റലാണ്. നല്ല അടിപൊളി ഒരു വാഴത്തോട്ടം ഉണ്ട് ഇവിടെ. നോക്കിയേ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറയാൻ വാഴത്തോട്ടം. നോക്കിയേ, ഉള്ളിലോട്ട് നോക്കിയൊക്കെ നല്ല കളയൊക്കെ പറിച്ച് നല്ല ഭംഗിയാക്കി ഇട്ടേക്കുവാണ് കേട്ടോ. ഇതവിടെ ഒരു വാഴക്കൊല വിളഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. വിളഞ്ഞ് കായൊക്കെ പൊട്ടി. നോക്കി, കായൊക്കെ പൊട്ടിയിട്ടുണ്ട്, പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. നല്ല നീറ്റാണ് കേട്ടോ, അടിപൊളിയാണ് കാണാൻ. ഒരു പുല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. അടുപ്പിച്ച് വാഴ നട്ടേക്കുവാണ്. ഏത്ത, റോബസ്റ്റ അങ്ങനെയുള്ള വാഴക്കൊലകളൊക്കെയാണ് കൂടുതൽ. അപ്പം നമ്മുടെ നാട്ടിൽ പോലും ഇങ്ങനെ തോട്ടം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ പത്തനംതിട്ടയിൽ ഇങ്ങനെ നീറ്റായിട്ടുള്ള തോട്ടങ്ങൾ കണ്ടിട്ടില്ല. മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാവാം. ക്യാമറകൾ തെറ്റി വീഴാൻ സാധ്യതയുണ്ട്. ഇങ്ങോട്ട് വന്നേ. കണ്ട, ഇത് കണ്ട നമ്മുടെ ചുമന്ന കൊല, പൂവന്, ഏത്തനുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഏത്തവാഴയുണ്ട്. ഇങ്ങോട്ട് വന്നേ. ചുമന്ന കൊല, ഇതെന്താ പറയുന്നത്? നമ്മുടെ നാട്ടിൽ ചുമന്ന കൊല എന്ന് പറയും. അപ്പോൾ ഇതാണ് വാഴത്തോട്ടം. ഇനി ബാക്കി നമുക്ക് അങ്ങോട്ട് പോയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഒക്കെ ദാ വലിയ തെങ്ങുകളുണ്ട്, പഴയ തെങ്ങുകളുണ്ട്. ഇവിടെല്ലാം ചെറിയ തൈത്തെങ്ങുകളാണ്. ഇത് വലിയ തെങ്ങുകൾ കണ്ട, അങ്ങോട്ട് പഴകിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇത് തന്നെയാണ് കേട്ടോ. അങ്ങോട്ട് ഫാമാണ്. നമ്മൾ അങ്ങോട്ട് അധികം പോകുന്നില്ല. നല്ല ഇന്നൊക്കെ നല്ല മഴയായിട്ട് നല്ല ചള്ളയായിരുന്നേ. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു നടക്കാനൊക്കെ കൊണ്ടാണ്. അങ്ങോട്ട് നോക്കി. പിന്നെ നമുക്കിനി ആ ഭാഗത്തോട്ട് പോയി നോക്കാം. അവിടെ കണ്ടമാനം തേങ്ങയൊക്കെ വെട്ടിക്കൂട്ടിയിട്ടുണ്ട്. നമുക്ക് പോയി കണ്ടിട്ട് വരാം. നമ്മുടെ ക്യാമറകൾ തപ്പിത്തടവി വരുന്നത് കണ്ടോ. ഇങ്ങോട്ട് നോക്കി. തപ്പിത്തടവിയാണ് ആൾക്കാരുടെയൊക്കെ വരവ്. എന്തായാലും ഇത് അടിപൊളി സ്ഥലമല്ലേ ബിജു? നമുക്ക് അടിപൊളിയാണ്. അപ്പോൾ നല്ല അടിപൊളി കരിക്ക് കേട്ടോ, സൂപ്പർ കരിക്ക്. നോക്കിയേ. അപ്പോഴേ ഇത് സുമാരൻ ചേട്ടൻ്റെ ഫാമിനകത്തെ വീടാണ്. ഇതിനപ്പുറത്തും ഒരു വീടുണ്ട്, അവിടെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ താമസക്കാരുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും പിന്നെ സുമാരൻ ചേട്ടൻ്റെ കടയിലോട്ട് പോകുന്നു. കുറച്ച് സാധനമൊക്കെ മേടിക്കണം.
അപ്പോൾ അവിടെ കുറേ സാധനം. അപ്പോൾ കട നമുക്ക് കാണാം. ബാ. ഹായ്, കാവക്കാരൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഓക്കെ, ആ 2 കാവക്കാരുണ്ട്. ആ ചെറുകീഴിലൊരു കാവക്കാരനുണ്ട്. ഇതാണ് സുകുമാരൻ ചേട്ടൻ്റെ കട. ഫാം നമ്മളവിടെ കണ്ടു. ഓക്കെ, ഇങ്ങോട്ട് വന്നാൽ ഇത് കണ്ട, നല്ല അടിപൊളി നാടൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്ര നല്ല ഏത്തക്കൊല, റോബസ്റ്റ. ഇങ്ങോട്ട് വന്നേ. ഇതാ ഓമയ്ക്ക ഉണ്ടോ, അടിപൊളി ഓമയ്ക്ക. അപ്പോൾ കൂടുതലും ഇവിടെ വാഴക്കൊല, തേങ്ങ, ഓമയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങളാണേ. ഇതാ നാളികേരം കണ്ടോ, തേങ്ങ കണ്ടോ, തേങ്ങ പൊതിച്ച് നല്ല വെച്ചിട്ടുണ്ട്. നമുക്ക് വാങ്ങാം. ചെറിയ പൈസ ഉള്ളൂ കേട്ടോ തേങ്ങയ്ക്കൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ കരിക്കൊക്കെ ഉണ്ട്. ഇതാണ് സുകുമാരൻ ചേട്ടൻ്റെ കട. അപ്പം സുകുമാരൻ ചേട്ടൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. സലാലയിൽ വരുന്നവർ സുകുമാരൻ ചേട്ടനെ വിളിച്ചാൽ മതി. അപ്പോൾ പിന്നെ ഫാം കയറി കാണാൻ പുള്ളിക്കാരെ സമ്മതിക്കും. പിന്നെ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിന് മേടിച്ച് കുറച്ച് വില കുറച്ചൊക്കെ തരും കേട്ടോ. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ തോട്ടം കണ്ടു. ചേട്ടൻ്റെ കട ഇതാണ്. ഞാൻ ഇങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ സുകുമാരൻ ചേട്ടൻ. അപ്പോൾ നമുക്ക് അത്യാവശ്യം വില കുറച്ചൊക്കെ സാധനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരുന്നവർ ഞാൻ നമ്പർ കൊടുത്തേക്കാം, ചേട്ടനെ വിളിച്ച് മേടിക്കുക. ഫാമിൽ കയറി കാണാൻ പറ്റും. സാധനങ്ങളൊക്കെ നമുക്ക് നല്ല സാധനങ്ങളൊക്കെ തരും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ലോഡ് ചെയ്തു. അപ്പം ക്യാഷൊക്കെ കൊടുക്കുക. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ ടൂറിലേക്ക് പോവാണ് കേട്ടോ. പൈസ ആയിട്ടാണോ കാർഡായിട്ടാണോ എന്താണ്? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ഫാം കണ്ടത്. അപ്പോൾ അന്ന് സാധനമെല്ലാം നമ്മൾ ഓർഡർ ചെയ്തിട്ട് പോയി. ചേട്ടൻ നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുറേ സാധനങ്ങളുണ്ടായിട്ട് എടുത്ത് സെറ്റാക്കി വെക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത ദിവസമാണ് നമ്മൾ വന്നേക്കുന്നത്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ചേട്ടൻ്റെ ഫാം താണ്ടതാണ്. ഞാൻ പറഞ്ഞത് ഫാം നമ്മൾ കണ്ടില്ലേ, ഫാം അതാണ്. അപ്പോൾ ഇവിടെ നിറയെ കടകളുണ്ട്. ഇവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്. എനിക്ക് തോന്നുന്നു 100 കണക്കിന് കടകളുണ്ട് ഇവിടെ കേട്ടോ. ഇങ്ങനെ നൂൽമഴ പെയ്തുകൊണ്ടിരിക്കുക. അതാണ് സലാലയുടെ പ്രത്യേകത. ഇതാ കരിമ്പൊക്കെ ഇരിക്കുന്നു. പിന്നെ ഇവിടുത്തെ സാധനങ്ങളുണ്ട്, കുറച്ച് സാധനങ്ങൾ പുറത്തുനിന്ന് വരുന്നുണ്ട്. പുള്ളിക്കാരൻ നമുക്കത് പറഞ്ഞു തരും. ചില സാധനങ്ങൾ ഇവിടെ ഇപ്പോൾ മഴയാണ്ട് കിട്ടാത്ത സാധനങ്ങൾ പുറത്തുനിന്ന് വന്ന് വിൽക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അല്ല ഫുള്ള് ഇവിടുത്തെ സലാലയിലെ സാധനങ്ങൾ, പച്ചക്കറികളെ. എനിവേ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് നാട്ടിലുള്ളവർക്ക് ഇതൊരു വലിയ അനുഭവമൊന്നും ആയിരിക്കത്തില്ല. നമുക്ക് ഗൾഫിലുള്ളവർക്ക് ഇത് അടിപൊളി അനുഭവമാണ്. ഒരു 50-52 ഡിഗ്രി ചൂടിലെ ഇത്രയും മഴയും തണുപ്പൊക്കെ ഉള്ളൊരു സ്ഥലം സലാലയെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും നമസ്കാരം. കോന്നൂർ മനു ഫ്ലെക്സി ക്യാമറയ്ക്ക് പിന്നിലുണ്ട്. ബാക്കി എല്ലാവരും ഇവിടെ ഇരിക്കുന്നു. ഓക്കെ, ബൈ ബൈ, സീ യു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത്. ബൈ. അപ്പോൾ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നിറയെ സാധനങ്ങളായിട്ടുണ്ട്. കുറച്ച് സാധനം വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് അവസ്ഥ കരിക്കൊക്കെ മേടിച്ച്. കാരണം കൂടുതൽ മേടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഒത്തിരി സ്ഥല സൗകര്യക്കുറവുണ്ട് അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്തൊരു പച്ചക്കറി കടയിൽ കയറിയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മലപ്പുറത്തുള്ളല്ലേ, മലപ്പുറം തിരൂർ അല്ലേ? രാകേഷ്. ഓക്കെ, ആ കടയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പപ്പയല്ല, കപ്പ, പേരയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അതിനുവേണ്ടി കയറിയത് കേട്ടോ. കടച്ചക്ക. ഓക്കെ, ഇത് കൂടുതൽ പച്ചക്കറികളാണ് ഇവിടെ. കോക്കനട്ട് ഓയിലുണ്ട്, ഓമയ്ക്ക. ഇതൊരു പച്ചക്കറി കട. നമ്മളെ പേർക്ക് ഫാമിൻ്റെ കടയാണ് കേട്ടോ. ഇത് പച്ചക്കറി കടയാണ് കേട്ടോ. നോക്കിയ മത്തങ്ങ ഇതൊക്കെ ഇവിടെ തന്നെ വിളയുന്നതാണ്. ഇത് ആ പാവയ്ക്കൊക്കെ ഇവിടെ തന്നെ കേട്ടോ. ഇവിടുത്തെ തന്നെയാണെന്നാ പറഞ്ഞത്. മണ്ണൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടുത്തെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കയറിയ കടയല്ല, ഇത് വേറെ വെജിറ്റബിളൊക്കെ കിട്ടുന്ന ഒരു കടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് വന്നാണ്. അപ്പോൾ ഇത് നമ്മൾ ചോദിച്ച് പറഞ്ഞ് വന്ന കടയാണ് കേട്ടോ. ഒരാൾ പറഞ്ഞിട്ട് വന്ന കടയാണ് ഇത്. അപ്പോഴേ ഇതൊരു പച്ചക്കറി കടയാണ്. കൂടുതൽ വെജിറ്റബിൾസ് കിട്ടുന്നുണ്ട്. അപ്പം ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ ഇപ്പം മഴ കൂടുതലായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് വരുന്നുണ്ടെന്ന് അവർ പറഞ്ഞത് കേട്ടോ. ഓക്കെ, എനിവേ ഇവിടെ ഉള്ളതുകൊണ്ട് അപ്പം മലയാളി ചേട്ടന്മാരാകുമ്പോൾ നമുക്കത് പറഞ്ഞു തരും. മറ്റ് കടകളിലൊക്കെ മറ്റ് ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് പറയത്തില്ല, ഇവിടെ തന്നെയാണെന്ന് പറയും ഇത് ഇവിടുത്തെ അല്ല, പുറത്തുനിന്ന് വന്നതാണെന്ന് പറയും. അങ്ങനെ വന്ന് വിൽക്കുന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോഴേ ഈ നമ്പറുണ്ട്, അവരെയും കോൺടാക്റ്റ് ചെയ്ത് ഈ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങുക.